കണിശമായിട്ടും നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങും പോകില്ല, നിന്റെ കൂടെ ഞങ്ങൾ നിന്നോളാം, നീ ഞങ്ങൾക്ക് എല്ലാമല്ലേ എന്നൊക്കെ പറഞ്ഞ് തലകുലുക്കി. ഈശോ അവരിൽ നിന്ന് അകന്ന് ഒരു കല്ലേർ ദൂരെ ചെന്ന് ഒരു പാറപ്പുറത്തേക്ക് സാഷ്ടാംഗം വീണ് മുട്ടുകൾ ആ പാറയിൽ ഊന്നി ആ ഉള്ളംകൈയിൽ തന്റെ മുഖം പിടിച്ചുകൊണ്ട് പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. സഹിക്കാൻ പോകുന്ന സകല വേദനകളും യേശുവിന്റെ മുൻപിൽ അവൻ കണ്ടു. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഇതൊക്കെ സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ, ഇത് സാധിക്കില്ല എന്നെ കൊണ്ട്, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, ഈ കാസ എനിക്ക് മാറ്റിത്തരണം. പിതാവ് ഉറപ്പ് കൊടുത്തു, മോനെ, നീ അത് സഹിച്ചേ പറ്റൂ, കാരണം മക്കൾ രക്ഷപ്പെടണം. അപ്പോൾ ഈശോ പറഞ്ഞു, എങ്കിൽ പിതാവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആ കാസ, ആ സഹനം സ്വീകരിക്കാനുള്ള യേശുവിന്റെ ഏറ്റവും വലിയ വേദന, അതാണ് രക്തം വിയർപ്പായി, വിയർപ്പ് രക്തമായി അവന്റെ ദേഹത്തുകൂടി ഒഴുകി അത് പ്രത്യക്ഷപ്പെടുകയാണ്. ഏറെ അവശതയിലായി ഈശോ. തന്റെ കൂട്ടുകാരുടെ സാമീപ്യം അവൻ കൊതിച്ചു, അവരിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അവരെ ഇരുത്തിയിടത്തേക്ക് ഈശോ മെല്ലെ ചെല്ലുമ്പോ അവര് 3 പേരും സുഖമായി കിടന്നുറങ്ങുന്നു. ഈശോ അവരോട് ഒരു കാര്യം ചോദിച്ചു, പ്രത്യേകിച്ച് പത്രോസിനോട്, പത്രോസേ, 1 മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് സാധിച്ചില്ലേ? സ്നേഹമുള്ളവരെ, ബൈബിളിൽ വളരെ വിരളമായി കാണുന്ന ഒരു ചിത്രമാണിത്. തനിക്ക് വേണ്ടി കർത്താവ് ഒരു ആനുകൂല്യം ചോദിക്കുന്നു. 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാമോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമോ? എന്നോടുള്ള സ്നേഹം ഒന്ന് കാണിക്കാമോ? വല്ലവരും ഉണർന്നു നിന്നിട്ട് കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്ന നിങ്ങള്, നീ പ്രത്യേകിച്ച് പത്രോസേ, എൻ്റെ കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്, പ്രലോഭനങ്ങളിൽ അകപ്പെടും. അപ്പോൾ യേശുവിന്റെ ഒരു വലിയ ആഗ്രഹമാണിത്. താൻ സ്നേഹിക്കുന്നവരും തന്നെ സ്നേഹിക്കുന്നവരും കർത്താവിനോട് കൂടി ഉണർന്നിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോൾ പാതിരായിക്ക് എഴുന്നേറ്റ് കർത്താവിനോട് കൂടി 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് വേറെ അധികം പേര് ഈശോയുടെ കൂടെ ഇല്ല. അപ്പോൾ ആ സമയം നോക്കി അവനെ സ്നേഹിക്കുന്നവര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് അവന്റെ വേദനയിൽ പങ്കുചേരാൻ, അവനോട് സംസാരിക്കാൻ, ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഒരു വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തില്. ക്ഷീണമില്ലാതെ അത് ചെയ്യണമെങ്കിൽ കർത്താവിനോട് സ്നേഹം വേണം. നമ്മൾ ആരുടെ പ്രവൃത്തികൾ ചെയ്യുന്നോ അവർക്ക് അടിമകളാണെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്ന നമ്മള് ജഡത്തിന്റെ അടിമകളാ. നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിന്റെ അടിമകളാ, ദൈവത്തിന്റെ അടിമകളാ. ആർക്ക് അടിമയായി വിശ്വസ്തതാപൂർവ്വം നിൽക്കുന്നോ അവന്റെ ഇഷ്ടമല്ലേ അടിമകൾ നിറവേറ്റൂ. അപ്പോൾ യേശുവിന്റെ സ്വന്തമായി അവൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അവനോടൊത്തു നിൽക്കുന്നവർക്ക് അവനോടുകൂടി സന്തോഷമായി സമയം ചിലവഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഒന്ന് കടത്തിക്കൊണ്ടുവരാമോ എന്ന് നമുക്ക് ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം. 1 മണിക്കൂർ ഈശോയ്ക്ക് കൊടുക്കാനുണ്ടോ? 24 മണിക്കൂറിലാണ് ഈ ചോദിക്കുന്നത്. 1 മണിക്കൂർ കർത്താവിന് കൊടുക്കാനുണ്ടോ? പലപ്പോഴും 1 മണിക്കൂർ ഈശോയുടെ കൂടെ ഇരിക്കാമെന്ന തീരുമാനമെടുക്കുന്നവർ പോലും കുറച്ച് കഴിയുമ്പോൾ ആ 1 മണിക്കൂർ ഒന്നുകിൽ അലസമായിട്ട് എവിടെയെങ്കിലും ഇരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളോ മാസികകളോ ഒക്കെ വായിച്ചു, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ആ 1 മണിക്കൂർ ഒന്ന് തീർത്താൽ മതി എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഈശോയുടെ കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുമോ? അവന്റെ വികാരങ്ങളിൽ പങ്കുചേരാൻ പറ്റുമോ? അവന്റെ വേദനകളിൽ പങ്കുചേരാൻ പറ്റുമോ? അവനോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ? 1 മണിക്കൂർ എല്ലാ ദിവസവും ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കണം. ജീവിതത്തിൽ ഇന്ന് ദശാംശം കൊടുക്കുന്നതിന്റെ ഒരു രീതി വന്നു കഴിഞ്ഞു. ഒത്തിരി ഉദ്യോഗസ്ഥ കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ കാണാം, ഒത്തിരി ഉദ്യോഗസ്ഥന്മാര് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്കാരാണെങ്കിൽ പോലും ശമ്പളം കിട്ടി വീട്ടിൽ വന്നാൽ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് അതിന്റെ ദശാംശം എടുത്ത് മാറ്റിവെക്കും. അത് വീട്ടിൽ പട്ടിണി വന്നാൽ പോലും സാധാരണഗതിയിൽ ആ പൈസയെ തൊടില്ല. അത് തമ്പുരാന്റെ പാവങ്ങൾ വരണം, ദൈവത്തിന്റെ പാവപ്പെട്ടവര് വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാ. അങ്ങനെ ദശാംശം മാറ്റിവെച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അത് ഈശോയുടെ കയ്യിൽ തന്നെയാണ് എത്തിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്.
അതിന്ന് ഒത്തിരി പ്രചാരത്തിലുണ്ട്, ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അനുഗ്രഹം അവര് ആസ്വദിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയുള്ള ഈശോയുടെ ഒരു ആഗ്രഹമാണിത്. 1 മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ പറ്റില്ലേ? അപ്പോൾ രാത്രിയുടെ ഏകാന്ത യാമങ്ങളില് 1 മണിക്കൂർ ഈശോയുടെ കൂടെ ഉണർന്നിരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, സ്നേഹമുണ്ടെങ്കിലല്ലേ അത് സാധിക്കൂ. ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭാര്യ അവന് സുഖമില്ലാതെ അവശതയിൽ കിടക്കുമ്പോൾ എത്ര മണിക്കൂർ അവന് വേണ്ടി കഷ്ടപ്പെട്ടാലും അത് അധികമാണെന്ന് ചിന്തിക്കൂ? ഒരിക്കലുമില്ല. വീണ്ടും ഞാന് നടന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നതായിട്ടാണ് അവകാശപ്പെടുന്നത്. ഒരു കൊച്ചു സംഭവം. ഒരു മോനെ ഒരു ദിവസം അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് അമ്മച്ചിയുടെ വീട്ടിൽ പോകണം. വൈകുന്നേരമേ തിരിച്ചെത്തൂ. അന്ന് മകന് ക്ലാസ് ഇല്ലാത്ത ദിവസമാ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുകാരനാ. അവനോട് അമ്മ പറഞ്ഞു, എടാ മോനെ, നീ ഇന്ന് വീടൊക്കെ നോക്കിക്കൊള്ളണം, ഇവിടെ ഉണ്ടായിരിക്കണം, അടുത്ത വീട്ടിൽ കൂടി ഒന്നും കളിക്കാൻ പോകരുത്, ഭക്ഷണമൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 4 മണി കഴിയുമ്പോഴത്തേക്ക് അമ്മ തിരിച്ചെത്തും, അതുവരെ ഇവിടെ കണ്ടേക്കണം. എന്നിട്ട് അമ്മ ചെയ്യാൻ കുറച്ച് ജോലിയൊക്കെ കൊടുത്തു. മുറ്റത്തെ പുല്ല് പറിക്കണം, പശുവിന് വെള്ളം കൊടുക്കണം, അതിനെ ഒന്ന് മാറ്റി കെട്ടണം, അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ അവന് കൊടുത്തു. അമ്മ ധൈര്യമായിട്ട് പോവുകയാണ്. അവിടെ പോയി ഒരു 4 മണിക്ക് തിരിച്ചെത്താനാണ് അമ്മ പ്ലാൻ ഇട്ടത്. അമ്മയ്ക്ക് എത്താനും പറ്റി. 4 മണി ആകുന്നതിന് മുമ്പ് തന്നെ അമ്മ തിരിച്ചു വന്നപ്പോ മകൻ വളരെ ഗൗരവത്തോടെ, എങ്ങനെയുണ്ടായിരുന്നടാ? അപ്പൊ അവൻ ചിരിക്കാതെ വളരെ ഗൗരവമായിട്ട് ഒരു കടലാസുമായിട്ട് അമ്മയുടെ അടുക്ക ചെന്നു. അമ്മേ, ഇതൊന്ന് നോക്കിക്കേ. അവൻ ആ കടലാസ് അമ്മയുടെ കൈ കൊടുത്തു. അമ്മ ആവേശത്തോടെ വായിക്കുമ്പോ അവൻ എഴുതിയിരിക്കുക, ഒരു ദിവസം 24 മണിക്കൂർ, ഒന്നുമില്ല 12 മണിക്കൂറേ ഉള്ളൂ, എന്നാലും ഒരു ദിവസം വീട് നോക്കിയതിന്റെ കൂലി 19 രൂപ. ഒരു ദിവസം പശുവിനെ ഒരു പ്രാവശ്യം മാറ്റി കെട്ടിയതിന് 5 രൂപ. പശുവിന് വെള്ളം കൊണ്ട് വെച്ച് കൊടുത്തതിന് 3 രൂപ. അങ്ങനെ അവൻ അന്ന് എന്തൊക്കെ സംഗതികളിൽ തൊട്ടിട്ടുണ്ടോ അതിനൊക്കെ അവൻ രൂപ ഇട്ട് വെച്ചു, കൂലി. അങ്ങനെ എല്ലാം കൂടെ ഒരു 40 ഏതാണ്ടായി, 46, 48 രൂപ. അമ്മയ്ക്ക് ചിരിക്കണോ, കരയണോ, വഴക്കു പറയണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. തൻ്റെ മകനോട് ഒരു ദിവസം വീട് നോക്കാൻ പറഞ്ഞതിന് 49 രൂപയുടെ ബില്ല്. അമ്മച്ചി വേഗം പേനയെടുത്തു. എന്നിട്ട് ആ കടലാസിന്റെ മറുവശം, അവനിത് ആത്മാർത്ഥമായിട്ട് കൊടുത്തേക്കുന്നതാ, പൈസ വാങ്ങാൻ റെഡി ആയിട്ടാ നിൽക്കുന്നേ. അപ്പൊ അമ്മ കടലാസ് മറിച്ചു, മറുവശം എടുത്തു. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അമ്മ എഴുതി, എൻ്റെ പൊന്നുമോനെ 10 മാസം ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ചതിന്റെ വക 4500 രൂപ. ഒന്നും അമ്മയ്ക്ക് വേണ്ട, നയാ പൈസ വേണ്ട. എൻ്റെ മകൻ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുന്നത് വരെ അവനെ വെച്ച് വിളമ്പി, അവനെ കൈക്ക് പിടിച്ച്, അവനെ എടുത്തുകൊണ്ട് നടന്ന്, അങ്ങനെ അവന് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്ത ആ 8-10 കൊല്ലത്തിന്റെ എല്ലാം കൂടി 50,000 രൂപ. ഒറ്റ പൈസ അമ്മയ്ക്ക് വേണ്ട, ഒറ്റ പൈസ വേണ്ട. അങ്ങനെ അമ്മ അവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടി വന്ന ഒത്തിരി ശുശ്രൂഷകള് നിരത്തി എഴുതിയിട്ട്, അതിന്റെ പൈസ എഴുതിയിട്ട് അപ്പുറത്ത് അമ്മ എഴുതി, എല്ലാത്തിൻ്റെയും നേരെ എഴുതി, ഒറ്റ പൈസ എനിക്ക് വേണ്ട. കാരണം ഇതൊന്നും കൂലിക്കല്ല ഞാൻ ചെയ്തത്, എൻ്റെ പൊന്നുമോനോടുള്ള സ്നേഹത്താലാ. ഇത് വെറുതെ ഒരു തമാശ ആയിരിക്കാം, പക്ഷേ മകൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മച്ചി, എനിക്ക് അറിയില്ലാഞ്ഞിട്ട് എഴുതി പോയത് അമ്മച്ചി, എന്നോട് ക്ഷമിക്കണം. അമ്മച്ചി ചോദിച്ചു, മോനെ, നിനക്ക് 49 രൂപ തരാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മച്ചി, എനിക്ക് ഒറ്റ പൈസയും വേണ്ട. സ്നേഹത്തിന്റെ വില അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. സ്നേഹം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല, അത് ഹൃദയത്തോട് ചേരുമ്പോഴേ വരൂ. എന്നെ സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ടായില്ല, അത് പ്രവൃത്തികളിലൂടെ എനിക്ക് മനസ്സിലാക്കി തരണം. ഒരു കപ്പ് ചായ നിങ്ങൾ എനിക്ക് കുടിക്കാൻ എടുത്തു വെച്ചിട്ട് ഇതിന് മധുരമില്ലല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ അലമാരി തുറന്ന് 5 ടിൻ നിറച്ച് പഞ്ചസാര ഇരിക്കുന്നത് കാണിച്ചു തന്നാൽ എൻ്റെ ചായക്ക് മധുരം കിട്ടൂ. അതിൽ നിന്നെടുത്ത് ഈ ചായയിലിട്ട് ഇളക്കണം. നമുക്കൊക്കെ ഉള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട്, മനുഷ്യരോട് സ്നേഹമുണ്ട്. എത്ര ഭർത്താക്കന്മാരാ ഒന്ന് മിണ്ടാനോ ഒന്ന് ചിരിക്കാനോ നിവൃത്തിയില്ലാതെ ഭാര്യയോടും മക്കളോടുമുള്ള സ്നേഹവും ചുമന്നുകൊണ്ട് ശരിക്കൊരു ഭാരം പോലെ, ചുമാട് വെച്ച് ചുമക്കുന്ന ഒരു ഭാരം പോലെ തലച്ചുമടായിട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് സ്നേഹത്തിന്റെ ഒരു പ്രകടനവും കിട്ടാതെ മക്കളും ഭാര്യയും പിറുപിറുക്കുമ്പോൾ എന്തോ അന്യായം ചെയ്തതുപോലെയാ അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങളോട് സ്നേഹമില്ലെന്നോ? പിന്നെ ആർക്കു വേണ്ടിയിട്ടാ ഞാൻ കിടന്ന് ഈ മരിക്കുന്നത്? അതുകൊണ്ടായില്ല. നമ്മളോടൊത്ത് ജീവിക്കുന്നവർക്ക് നമ്മുടെ സ്നേഹം ആസ്വദിക്കാൻ കഴിയണം.
അപ്പോൾ ഈശോയോടുള്ള സ്നേഹം മനസ്സിലാക്കുമാറ് കർത്താവിനോട് ഒന്നിച്ചിരിക്കാൻ നമ്മൾ കാണിക്കുന്ന വലിയ താല്പര്യം അത് സ്നേഹത്തിന്റെ പ്രകടനമായിരിക്കണം. മറ്റൊരു കാര്യവും കൂടി നമ്മൾ ഓർക്കണം. ഈശോ സ്വന്തമല്ലാത്തവന് ഈശോയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. അന്യനായ ഒരാളോട്, നമ്മൾ താമസിക്കുന്നിടത്ത് ജോലി സ്ഥലത്ത് ഒരാൾ വന്നു ഓഫീസില്, അയാളോട് മിണ്ടിക്കൊണ്ടിരിക്കാൻ ഓഫീസർക്ക് നേരമില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ തീർക്കണം. ടൈപ്പിസ്റ്റിന് കുറെ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് സ്വല്പം ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഓഫീസർ പറയുകയാണ്, ഹേ സ്നേഹിത, അയാളുടെ അടുക്ക പോയി ഇച്ചിരി നേരം ഒന്ന് വർത്തമാനം പറ. നിങ്ങൾ നിർബന്ധം മൂലം പോകാതിരിക്കില്ല. അങ്ങനെ നിങ്ങൾ പോയാൽ എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്? ചെന്നിരിക്കും, ഹലോ പേരെന്തെന്നാ? ആ ശരി, ആ എവിടെന്നാ ഇപ്പം വരുന്നത്? ആ കൊള്ളാം, അവിടെയാണോ ജോലി? ആ വീട്ടിലാരൊക്കെ ഉണ്ട്? ആ അത് ശരി, അല്ല കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ആ ശരി, ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും സമയം തീരും. ഇതിൽ കവിഞ്ഞ് എന്തു പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അന്യനാണ് ഈ ഇരിക്കുന്നത്. ഇനി അന്യനല്ല, നമുക്ക് തരം കിട്ടിയപ്പോ 3 തവണ നല്ല മെനയ്ക്ക് പാര വെച്ച ഒരുത്തനാന്ന് വിചാരിക്കും. അവനാണ് നമ്മുടെ അടുക്കൽ സംസാരിക്കാനിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളു അന്നേരെ പറയും, സൂക്ഷിച്ചോളേ, ഇവന്റെ ഈ ചക്രവാക്ക് കേട്ടൊന്നും മയങ്ങി പോകരുത്, വേണ്ട രീതിയിലൊക്കെ ബന്ധപ്പെടാവൂ. 2-3 അനുഭവമായില്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സുഖല്ലേ, ഇങ്ങോട്ട് നമ്മളോട് ചോദിച്ച പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ജോലി എവിടെയാ? ഇവിടെയൊക്കെ തന്നെ. കാരണം അതുപോലെ ഇയാളോട് വിശ്വസിച്ച് പറയാൻ കൊള്ളില്ല. ഇവിടെയൊക്കെ തന്നെ. എത്ര ശമ്പളമുണ്ട്? അങ്ങനെയൊന്നും പറയാനില്ല, ഓരോന്നിനും ഓരോ തരത്തിലല്ലേ. ഇങ്ങനെ നമ്മൾ ഉരുട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്ന് അവസാനിച്ചെങ്കിലെന്നാ നമ്മുടെ പ്രാർത്ഥന. ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ പറ്റൂ. അപ്പോ ഈശോയുടെ കൂടി 1 മണിക്കൂർ സമയം ചിലവഴിക്കണമെന്ന് തീരുമാനമെടുക്കുമ്പോ എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ഞാൻ കണ്ടെത്തണം. ആത്മാർത്ഥമായിട്ട് എൻ്റെ സ്നേഹിതനാണോ ഈശോ? അങ്ങ് എല്ലായ്പ്പോഴും എനിക്കൊരു കൂട്ടുകാരനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടോ? എൻ്റെ സുഖദുഃഖങ്ങള്, എൻ്റെ ജീവിത അനുഭവങ്ങള് അത് പങ്കുവെച്ച് അറിയുന്നതിൽ ഈശോയ്ക്ക് താല്പര്യമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമോ? അങ്ങനെ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു കൂട്ടുകാരനാണ് എൻ്റെ ഈശോ എന്ന് എനിക്ക് മനസ്സിലാകുകയും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവൻ്റെ അരികിലിരുന്ന് ആ സ്നേഹം ആസ്വദിക്കുകയും എൻ്റെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായി മാറും. ഈശോയുടെ മുൻപിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് നല്ല നല്ല പുസ്തകങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വായിച്ച് അങ്ങനെ 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കർത്താവിന്റെ അരികിൽ വായിച്ചു കൊണ്ടിരുന്ന ഭക്തിയായ ഒരു വ്യക്തിയോട് ഈശോ ഒരിക്കൽ ചോദിച്ചെന്നാണ് ആ വ്യക്തിയുടെ ജീവിത ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത്. ഈശോ ചോദിച്ചു, മോളെ, ഈ വായനയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നീ എന്നാ എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? നീ എപ്പോഴാ എന്നോടൊന്ന് പങ്കുവെക്കാൻ തുടങ്ങുന്നത്? നിന്റെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ അറിയാൻ എനിക്ക് എന്ത് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ഒന്ന് അടച്ചു വെച്ചിട്ട് നീ യഥാർത്ഥത്തിൽ എന്നോടൊന്ന് സംസാരിച്ചേ. നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അനുഭവങ്ങളും ഒന്ന് പങ്കുവെച്ചേ. അതാ ഈശോ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ ഉണർന്നിരിക്കുമോളെ, എൻ്റെ കൂടെ ഉണർന്നിരിക്കുമോനെ, എന്നോട് സംസാരിക്ക്. 1 മണിക്കൂർ എനിക്കൊന്ന് കൂട്ടായിട്ടിരുന്നേ. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ക്യാമ്പിൽ വന്നിരിക്കുന്ന 100 ചില്ലുവാൻ ആളുകളുടെ ഇടയിലേക്ക് 2-3 ദിവസം ജീവിച്ചു കഴിയുമ്പോൾ നമ്മള് സന്തോഷത്തോടെ ഇറങ്ങിച്ചെല്ലും. കാരണം 1-2 പേര് നമ്മുടെ വലിയ കൂട്ടുകാരായിട്ടുണ്ട്. അന്ന് വരെ പരിചയമില്ലായിരുന്നു, ക്യാമ്പിൽ വെച്ചാ പരിചയപ്പെട്ടത്. ഇഷ്ടപ്പെട്ടു, സംസാര രീതി, പെരുമാറ്റ രീതി ഒക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൂടെ കൂടെ കാണാനും മിണ്ടാനും ശ്രമിച്ചു. അങ്ങനെ ചില ജീവിത രഹസ്യങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ ആ വ്യക്തി ഇങ്ങോട്ടും അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. 2 ആഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴേക്കും ഉറ്റ മിത്രങ്ങളായിട്ട് മാറി. എങ്ങനെയാണ് മിത്രങ്ങളായത്? കണ്ടുമുട്ടൽ കൊണ്ട്. കൂടെ കൂടെ കണ്ടുമുട്ടാനുള്ള ആ താല്പര്യം, പങ്കുവെക്കാനുള്ള താല്പര്യം, ഇത് രണ്ടുമാണ് കൂട്ടുകാരെ സൃഷ്ടിക്കുന്നത്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനായി വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് തന്നെ ചെയ്താൽ മതി. കൂടെ കൂടെ കണ്ടുമുട്ടുക, പങ്കുവെക്കുക, ഇടയ്ക്കിടയ്ക്ക് അല്പസമയം ഈശോയുടെ കൂടെ ചെലവഴിക്കാൻ കണ്ടെത്തുക. അതെപ്പോഴും ആയിക്കൊള്ളട്ടെ, ഈശോ റെഡിയാ. പകലായാലും രാത്രിയായാലും ഉച്ചയൂണ് കഴിഞ്ഞിട്ടായാലും വൈകുന്നേരമായാലും അവന്റെ അരികിൽ സ്വല്പസമയം ഒന്നിരിക്കാൻ. ആ ഇരിക്കുന്ന സമയം നമ്മുടെ ജീവിത അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ അവിടത്തോടൊന്ന് പറയാൻ, നമ്മുടെ സന്തോഷങ്ങൾ അവിടത്തെ ഒന്ന് ഉണർത്തിക്കാൻ, നമ്മുടെ പ്രതീക്ഷകളെ കുറിച്ച് അവിടുത്തെ അഭിപ്രായം ഒന്ന് ചോദിക്കാൻ. അങ്ങനെ നമ്മൾ
ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ കണ്ടെത്താനും പങ്കുവയ്ക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാകും. യേശു നമുക്കൊരു അനുഭവമായി മാറും. ആ തിരുമുമ്പിൽ ഇരിക്കുന്നതും നമുക്ക് ആനന്ദമായി തീരും. അതുകൊണ്ട് വെറുതെ ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കടത്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥതയോടുകൂടെ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നതിനാൽ, അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് ജീവിതത്തിൽ എനിക്ക് ബോധ്യമുള്ളതിനാൽ, എൻ്റെ സ്നേഹവും ഞാൻ അവൻ്റെ കൂട്ടുകാരിയാണെന്നുള്ള സത്യവും അവനെ ഗ്രഹിപ്പിക്കാനായി 1 മണിക്കൂർ ജീവിതത്തിൽ നമുക്ക് അവന് കൊടുക്കാം. ദിവസത്തിന്റെ 1 മണിക്കൂർ സന്തോഷത്തോടെ ഈശോയ്ക്ക് കൊടുക്കാം. എപ്പോഴെങ്കിലും 1 മണിക്കൂർ എന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല. 1 മണിക്കൂർ അവൻ ചോദിക്കുമ്പോൾ അത് നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് ഏറ്റവും സുഖമായിട്ടിരിക്കാവുന്ന 1 മണിക്കൂർ, അധികം തിരക്കില്ലാത്ത 1 മണിക്കൂർ, ആ 1 മണിക്കൂർ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടുന്ന് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും. എൻ്റെ സ്നേഹം അവനെ ആശ്വസിപ്പിക്കും. എൻ്റെ പദ്ധതികളിൽ ഈശോ കടന്നു വരും. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളിൽ അവൻ്റെ ഉപദേശം എനിക്ക് കിട്ടും. അങ്ങനെ ജീവിതത്തില് കർത്താവ് ഒരു യാഥാർത്ഥ്യമായി തീരും. ആകയാൽ ഇതിനുള്ള കൃപ നമുക്ക് അവിടുത്തോട് ചോദിക്കാം. എൻ്റെ ഈശോ വേദനിക്കുന്നവനാ, ഇന്നും അവൻ വേദനിക്കുന്നുണ്ട്. ഒത്തിരി പേര് അവനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ പീഡാനുഭവത്തിന് തൊട്ടു മുമ്പ് സമറിയായിൽ കഴിഞ്ഞിരുന്ന കർത്താവ് ബെഥാനിയയിലേക്ക് വന്ന് ലാസറിന്റെ വീട്ടില് 1-2 ദിവസങ്ങൾ ചിലവഴിച്ചിട്ടാണ് പെസഹ ഭക്ഷണത്തിന് പോകാൻ ഈശോ പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള ഒരു ദിവസം ഏകാന്ത സ്ഥലത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയെ കണ്ട് യോഹന്നാൻ ഓടിച്ചെല്ലും. എന്നിട്ട് ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കും, എന്തിനാണ് ഗുരു നീ ഇങ്ങനെ കരയുന്നത്? പല പ്രാവശ്യം ഇപ്പൊ ഞാൻ കണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? 3-ാമത്തെ പരസ്യ ജീവിതത്തിന്റെ 3-ാമത്തെ വർഷത്തിലെ അവസാന നാളുകളാണത്. അപ്പോൾ ഈശോ യോഹന്നാന് കൊടുക്കുന്ന ഉത്തരം ദൈവമനുഷ്യന്റെ സ്നേഹഗീതത്തിൽ പറയും, ജോൺ, ഞാൻ സഹിക്കേണ്ട സകലവിധ ക്ലേശങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ഞാൻ സഹിക്കും. ഇതൊക്കെ സഹിച്ചാലും ഞാൻ രക്ഷിക്കാൻ കൊതിക്കുന്ന എൻ്റെ മക്കളിൽ 1000കണക്കിന് മക്കളെ സാത്താൻ എന്നേക്കുമായിട്ട് നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ എങ്ങനെ കരയാതിരിക്കും ജോൺ? അതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ വേദന. ഞാൻ ഈ പീഡകളൊക്കെ സഹിച്ച് എൻ്റെ മക്കളെ രക്ഷിക്കാൻ കൊതിക്കുമ്പോഴും രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള അനേകം മക്കള് സ്വന്തം ഇഷ്ടത്താൽ സത്താനോടൊത്തുപോയി എന്നേക്കുമായിട്ട് നശിച്ചു പോകുമല്ലോ എന്ന ദുഃഖം. നമുക്ക് ആ ദുഃഖം തുടച്ചു മാറ്റാൻ പ്രിയമുള്ളവരെ. എൻ്റെ ഈശോയെ, സാത്താനുമായിട്ടുള്ള ഒരു വേഴ്ചയ്ക്ക് ഞാൻ പോകുന്നില്ല. നന്മയെ പിടിച്ച് നന്മയോട് ചേർന്ന് നിന്റെ ഇഷ്ടം പൂർത്തിയാക്കി നിന്നോടുകൂടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്നു. അതിനുള്ള കൃപ നമുക്ക് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ചിന്തകളുടെ തലത്തിൽ, നമ്മുടെ വാക്കുകളുടെ തലത്തിൽ, പ്രവൃത്തികളുടെ തലത്തിൽ ഈശോ കടന്നു വരട്ടെ. ഈശോയോടുള്ള സ്നേഹമാകട്ടെ ഇതിനൊക്കെ എനിക്ക് ഉത്തേജനം തരുന്നത്. കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. അവന് വേണ്ടി ഞാൻ സംസാരിക്കും. അവൻ മഹത്വപ്പെടാനും അവൻ സന്തോഷിക്കാനും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഒരു ചിന്ത നിറഞ്ഞു നിൽക്കും. എന്ത് പറയുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും എനിക്കൊന്നേ ഉള്ളൂ ചിന്തിക്കാൻ, ഈശോയ്ക്ക് ഇഷ്ടാകുമോ? ഈശോ വേദനിക്കുമോ? ഈശോയ്ക്ക് സന്തോഷമാകുമോ? എങ്കിൽ സന്തോഷമാണെങ്കിൽ ഞാനിത് ചെയ്യും. ഈശോ ദുഃഖിക്കുമോ? വേണ്ട, ഞാനിത് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു മനോഭാവം വരുമ്പോൾ അവനെ കണ്ടെത്താനും അവൻ്റെ കൂടെയായിരിക്കാനും അവനെ സ്നേഹിക്കാനും എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടും, ആവശ്യത്തിന് ശക്തി കിട്ടും. ഒരിക്കലും മടുപ്പ് തോന്നില്ല. ആകയാൽ ഇനിയുള്ള കാലം എൻ്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കണം, അവൻ്റെതായി ജീവിക്കണം. എൻ്റെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഈശോയ്ക്ക് കൊടുക്കണം. അവൻ്റെ കൂടെ ഇരിക്കണം. അവനോട് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം. കണ്ടുമുട്ടിയും പങ്കുവെച്ചും ഈശോയുമായിട്ടുള്ള ആഴമായൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. സ്വർഗവാസികൾ അതിന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ഹൃദയം അങ്ങിലേക്ക് ഉയർത്തുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുക. എല്ലാ സ്നേഹത്തിനും യോഗ്യനായ അങ്ങ് ഒരു കൂട്ടുകാരനായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലോ. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. അങ്ങല്ലാതെ എനിക്ക് ആഴമായ സ്നേഹം തരാൻ കഴിവുള്ള ആരും ഈ ലോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാരനായി, എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ അങ്ങയെ തെരഞ്ഞെടുക്കുന്നു, സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തില് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് അങ്ങയോട് കൂടി അല്പസമയം ചിലവഴിക്കാൻ,
ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ അങ്ങയോടൊന്ന് പങ്കുവെക്കാൻ, അങ്ങനെ അങ്ങുമായി ഏറ്റവും ഗാഠമായ ഒരു സ്നേഹബന്ധം പടുത്തുയർത്താൻ അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയോടുകൂടി എൻ്റെ ജീവിതം ശുഭമായി തീരുമെന്ന് നമ്മോട് തന്നെ ഉറപ്പു പറയാം. എല്ലാം ക്രമീകരിക്കുന്ന നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തെ അപ്പാടെ അങ്ങ് സ്വീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം അങ്ങ് അറിയണമേ. മറ്റ് സൃഷ്ടവസ്തുക്കളുടെ പുറകെ പോയി ഒന്നും കിട്ടാതെ വലഞ്ഞ എന്നെ അങ്ങയുടെ സ്നേഹിതയായി സ്വീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയോട് കൂടിയായിരിക്കുവാനും അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാക്കുവാനും എന്നെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. എല്ലാ കൃപാവരങ്ങളും അങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ നാളുകളിൽ അങ്ങയുടെ സ്നേഹം ആവോളം ആസ്വദിച്ചുകൊണ്ട് അങ്ങയുടെ സ്വന്തമായും അങ്ങയുടെ സ്നേഹിതരായും ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. എല്ലാം അങ്ങുമായി ആലോചിച്ച് നന്മയുടെ വഴിയെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങളും യാചനകളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം ക്രമീകരിച്ച് നന്മയിലെത്തിക്കുന്ന കർത്താവെ, സ്തുതിച്ചും സ്നേഹിച്ചും സഹിച്ചും അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരിയാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ യാചനകൾ സാധിച്ചു തരുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.